ഹായ്, എല്ലാവർക്കും ഫോറക്സ് ട്രേഡിംഗ് സീരീസിന്റെ മൂന്നാമത്തെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഫോറക്സ് ട്രേഡിംഗുമായി ബന്ധപ്പെട്ട മൂന്നാമത്തെ വീഡിയോ ആണ്. മുമ്പുള്ള 2 വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും കാണുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. തീർച്ചയായും ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ബേസിക് ഫോറക്സ് ടെർമിനോളജീസ് ആണ്. പല കാര്യങ്ങളും ഈ ഒരു വീഡിയോ നിങ്ങൾ മിസ്സാക്കരുത്, കാരണം മുഴുവനായിട്ട് കാണാം. ഈ കാര്യങ്ങളും അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഫോറക്സിൽ ട്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. പിപ്പ് എന്താണ്, അതുപോലെ തന്നെ ലോട്ട് സൈസ് എങ്ങനെയാണ് കണക്കാക്കുന്നത്, സ്പ്രെഡ് എന്താണ്, അതുപോലെ സ്വാപ്പ് എങ്ങനെയാണ്, സ്വാപ്പ് ചാർജ് ഉണ്ട്, അത് നമുക്ക് ബെനിഫിറ്റും ഉണ്ട്, അതുപോലെ തന്നെ നമ്മൾ കയ്യിൽ നിന്ന് പൈസ പോകുന്ന രീതിയിലുള്ള സ്വാപ്പ് ചാർജ് ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചെല്ലാം നമുക്ക് ഈ വീഡിയോയിലൂടെ വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ട്രേഡിംഗ് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ ചാനൽ ഫോളോ ചെയ്യുക. നമുക്ക് ഡീറ്റെയിൽസ് എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ട, എന്തെല്ലാം കാര്യങ്ങളാണ് വീഡിയോയിൽ നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് പറയുന്നത് വാട്ട് ഈസ് എ പിപ്പ്. നമ്മൾ കറൻസി ട്രേഡ് ചെയ്യുമ്പോൾ ഫോറക്സിൽ മെയിനായിട്ട് നമ്മൾ ട്രേഡ് ചെയ്യുന്നത് കറൻസിയാണല്ലേ. അപ്പോൾ കറൻസി പേഴ്സൊക്കെ ട്രേഡ് ചെയ്യുന്ന ആളുകൾ പെട്ടെന്ന് മനസ്സിലാക്കണം, നമ്മുടെ റിസ്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ എന്താണ് പിപ്പ് എന്ന് മനസ്സിലാക്കണം. പിപ്പ് എന്ന് പറയുന്നത് പെർസെൻറ്റേജ് ഇൻ പോയിന്റ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം എന്നാണ് പിപ്പ് എന്ന് പറയുന്നത്. അത് സ്മാളസ്റ്റ് പ്രൈസ് മൂവ്മെൻറ്റ് ആണ് പിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. യൂഷ്വലി ഇതിൽ പറയുന്നത് 0.00014 ഫോർ മോസ്റ്റ് കറൻസീസ് പെയർസ്. അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു കറൻസി പെയർസ് മേജർ, മൈനർ, അതുപോലെ എക്സോട്ടിക്. അപ്പോൾ മേജർ ആയിട്ടുള്ള കറൻസി പെയർസ് ഏകദേശം വരുന്നത് ഈ ഒരു രീതിയിലായിരിക്കും. 0.0001 എന്നുള്ള രീതിയിലായിരിക്കും വരിക. അപ്പോൾ ഇതിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് യൂറോ USD ഉണ്ട്, GBP USD ഉണ്ട്, AUD USD ഉണ്ട്, അതുപോലെ USD JPY ഉണ്ട്, അതുപോലെ യൂറോ JPY ഉണ്ട്, GBP JPY ഒക്കെ കൊടുത്തിട്ടുണ്ട് ഉദാഹരണത്തിന് വേണ്ടി. ഇതിൽ എക്സാമ്പിൾ പറയുന്നത് യൂറോ USD എന്ന് പറഞ്ഞ ഒരു കറൻസി പെയർ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് 1.1000 എന്നാണ് അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. യൂറോ USDൻ്റെ ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് ഇതാണെങ്കിൽ അതിൽ 1.1005 എന്ന് പറയുന്ന ഇതിലേക്ക് പ്രൈസ് മൂവ് ആയാൽ അവിടെ 5 പിപ്പ് മൂവ് ആയി എന്നാണ് പറയാറ്. ഉദാഹരണത്തിന് ഇവിടെ നമ്മൾ പറഞ്ഞു, ഇവിടെ വാല്യൂ നോക്കുക, 5 പോയിന്റ് നമ്മൾ മാറിയപ്പോൾ 5 പിപ്പ് മൂവ്മെൻറ്റ് നമുക്ക് വന്നു. ഇവിടെ പിക്ചറിൽ നോക്കിക്കഴിഞ്ഞാൽ യൂറോ USDൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. അവിടെ റേറ്റ് 1.11500 കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ 1.11510 ആയപ്പോൾ ഇവിടെ 1 പിപ്പാണ് മൂവ്മെൻറ്റ് വന്നത്. അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും ഈ 0 എന്താ കൂട്ടാത്തത്. ഈ 0 എന്ന് പറയുന്നത് നിങ്ങൾക്ക് പിപ്പറ്റ് എന്നാണ് പറയുക. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് നമുക്ക് യൂറോ USDയുടെ ഇവിടെ കൊടുത്തിട്ടുണ്ട് 1.19565. ഇതിൽ 6 എന്നുള്ളതാണ് പിപ്പിനെ കണക്കാക്കുന്നത്, 5 എന്ന് പറയുന്നത് പിപ്പറ്റാണ്. ഇവിടെ നിങ്ങൾക്ക് MT5ൻ്റെ പ്ലാറ്റ്ഫോം ഒക്കെ നമുക്ക് ട്രേഡിങ്ങിന് ഉപയോഗിക്കുന്നത്. ട്രേഡിങ്ങിന് നമുക്ക് പല ബ്രോക്കറേയും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അവർ ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോമാണ് സീട്രേഡ് ഉണ്ട്, അതുപോലെ മാച്ച് ട്രേഡർ, എല്ലാവരും അധികം ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോമാണ് MT4, MT5 എന്ന് പറയുന്നത്. ഇപ്പോൾ MT5ൽ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഇൻ്റർഫേസ് ആയിരിക്കും ലഭിക്കുക. അവിടെ നിങ്ങൾക്ക് കാണിക്കുന്നത് ഇങ്ങനെ ഈ ഒരു പിപ്പറ്റ് വരുന്നത് നമുക്ക് സാധാരണ നോർമലായിട്ട് 5, 6 എന്നുള്ളത് മുകളിൽ കാണാം, 4 എന്ന് കാണാം. ഈ വാല്യൂ ആണ് പിപ്പറ്റ് എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. അതിൽ ഈ 6 ആണ് പിപ്പ് എന്ന് പറയുന്നത്. ഈ മുകളിൽ അല്ലെങ്കിൽ താഴെയായിട്ട് നിങ്ങൾക്ക് വരുന്ന ഒരു നമ്പറാണ് പിപ്പറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഉദാഹരണം ഇത് ജസ്റ്റ് നിങ്ങൾക്ക് ഈ കോമൺ ആയിട്ട് ഈ പിപ്പിൻ്റെ കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി വരുന്ന വീഡിയോകളിലൊക്കെ നമ്മൾ ഈ ലൈവ് ചാർട്ടൊക്കെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ജസ്റ്റ് ഇങ്ങനെയാണെന്നുള്ളത് കാര്യം മനസ്സിലാക്കിയാൽ മതി. ഇപ്പോൾ യൂറോ USD അതുപോലെ GBP USD ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ കാണിക്കുന്ന ലാസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് ചിലപ്പോൾ മുകളിലായിരിക്കും, അല്ലെങ്കിൽ ചെറുതായിട്ടായിരിക്കും, സ്മോളസ്റ്റ് ആയിരിക്കും കാണിക്കുക. അത് പിപ്പറ്റാണ്. അതിൻ്റെ അപ്പുറത്ത് വരുന്നതാണ് പിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പിപ്പ് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ 2 പിപ്പ് മൂവ്മെൻറ്റ് അങ്ങനെയാണ് പറയാം. ഓക്കെ, ഇനി നമുക്ക് ലോട്ട് സൈസ് കണക്കാക്കുമ്പോഴാണ് ഈ പിപ്പിൻ്റെ നമുക്ക് ഇതിൻ്റെ റിസ്ക് റിവാർഡ് മനസ്സിലാകുന്നത്. അപ്പോൾ ലോട്ട് സൈസ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ലോട്ട് ഉണ്ട്, മിനി ലോട്ട് ഉണ്ട്, മൈക്രോ ലോട്ട് ഉണ്ട്, അതുപോലെ നാനോ ലോട്ട് ഉണ്ട്. ഇപ്പോൾ സ്റ്റാൻഡേർഡ് ലോട്ട് എന്ന് പറയുന്നത് അതിൻ്റെ വോളിയം എന്ന് പറയുന്നത് 1 ആയിരിക്കും. 1 lakhs യൂണിറ്റിൻ്റെ ഒരു ലോട്ടിനെയാണ്, 1 lakhs യൂണിറ്റുകളെ ചേർന്നിട്ടുള്ള ഒന്നിനെയാണ് ഒരു ലോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിലൊക്കെ ആണെങ്കിൽ ഷെയർസൊക്കെ വാങ്ങുന്നത് നമ്മൾ ഓരോ ക്വാണ്ടിറ്റി ആയിട്ടാണ് വാങ്ങുന്നത്. ഇത് നമുക്ക് ഇവിടെ നമുക്ക് പാർഷ്യലായിട്ടൊക്കെ വാങ്ങാൻ പറ്റും. ഒരു ലോട്ട് തന്നെ വാങ്ങണം എന്നില്ല. നമുക്ക് വോളിയത്തിൽ 0.10 വാങ്ങാം, അതുപോലെ 0.01 വാങ്ങാം, അങ്ങനെയൊക്കെ വാങ്ങാൻ പറ്റും. അപ്പോൾ ഇവിടെ സ്റ്റാൻഡേർഡ്സ് ലോട്ട് എന്ന് പറയുന്നത് ഇവിടെ 1 lakh യൂണിറ്റ്സ് ആണ് ഒരു ലോട്ട് എന്ന് പറയുന്നത്. ഒരു വോളിയം എന്ന് പറയുന്നത് ഒരു ലോട്ട് എന്ന് പറയുന്നത് 1 lakh യൂണിറ്റ് ആണ്. ഇനി മിനി ലോട്ട് എന്ന് പറയുന്നത് 10,000 യൂണിറ്റിനെയാണ് മിനി ലോട്ട്.
വോളിയം വരുന്നത് എങ്ങനെയാണ് 0.10 ആയിരിക്കും. ഇവിടെ 1 ലോട്ടാണ് നമ്മൾ പറഞ്ഞത്. ഇനി അതിൽ നിന്നും താഴെ നമുക്ക് 0.10 ലോട്ട് എന്ന് പറഞ്ഞാൽ മിനി ലോട്ടാണ്. മൈക്രോ ലോട്ട് എന്ന് പറയുന്നത് 1000 ആയിരിക്കും. 1000 എന്ന് പറയുന്നത് 0.01. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിംഗ് ഒക്കെ നമുക്ക് 0.01 ട്രേഡ് ചെയ്യായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം നമ്മൾ ട്രേഡ് ചെയ്ത് പഠിക്കുമ്പോൾ നമുക്ക് ഏറ്റവും കുറഞ്ഞ വോളിയത്തിൽ നമ്മൾ പഠിക്കും. 0.01 രീതിയിലൊക്കെ നമുക്ക് സ്റ്റാൻഡേർഡ് ലോട്ട്സുകൾ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഇതിൻ്റെ മൂവ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് പറഞ്ഞു സ്റ്റാൻഡേർഡ് ലോട്ട്സിൽ ഒരു വോളിയം നമ്മൾ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു പിപ്പ് മൂവ്മെൻറ്റ് വരികയാണെങ്കിൽ നമുക്ക് നമ്മുടെ റിസ്ക് എന്ന് പറയുന്നത് $10 ആയിരിക്കും. ഒരു പിപ്പ് മൂവ്മെൻറ്റിന് $10 ആയിരിക്കും നമുക്ക് നഷ്ടം അല്ലെങ്കിൽ ലാഭം വരുന്നത്. ഇനി മിനി ലോട്ടാണെങ്കിൽ 0.10 ആണ് നമ്മുടെ വോളിയം എങ്കിൽ നമുക്ക് ഒരു പിപ്പ് മൂവ്മെൻറ്റിന് $1 ആയിരിക്കും നമുക്ക് നഷ്ടം ലാഭം വരുന്നത്. റിസ്കിൽ വരുന്നത് അല്ലെങ്കിൽ റിവാർഡിൽ വരുന്നത് ഒരു പിപ്പ് മൂവ്മെൻറ്റ് വരികയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ 1.110 വാങ്ങി എന്ന് വിചാരിക്കാം. 1.111 വരികയാണെങ്കിൽ ഒരു പിപ്പ് മൂവ്മെൻറ്റ് വരികയാണെങ്കിൽ നമുക്ക് $1 ആയിരിക്കും ഇതിലേക്ക് വരിക. സ്റ്റാൻഡേർഡ് ലോട്ട്സ് ആണെങ്കിൽ $10 ആയിരിക്കും നമുക്ക് ലാഭമായിട്ട് വരിക. ഇനി മൈക്രോ ലോട്ട് ആണെങ്കിൽ നിങ്ങൾക്ക് 0.01 ലോട്ടാണ് നിങ്ങൾ വാങ്ങിയിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് $0.10 മാത്രമായിരിക്കും നിങ്ങൾക്ക് അതിൻ്റെ ലാഭവും നഷ്ടവും ഉണ്ടായിരിക്കും. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു കാര്യം. നിങ്ങൾ റിസ്ക് റിവാർഡിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. ഒരു ലോട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു പിപ്പ് മൂവ്മെൻറ്റിന് $10 വരെ നഷ്ടം ഉണ്ടാവും, ലാഭം ഉണ്ടാവും, നഷ്ടവും ലാഭം ഉണ്ടാവും. മിനി ആണെങ്കിൽ നമുക്ക് ഒരു പിപ്പ് മൂവ്മെൻറ്റിന് $1 ആയിരിക്കും. അപ്പോൾ നിങ്ങൾ റിസ്ക് റിവാർഡ് എന്ന് പറയുന്നത് അതിനനുസരിച്ചായിരിക്കും. നിങ്ങളുടെ അക്കൗണ്ടിൻ്റെ അനുസരിച്ചാണ് റിസ്ക് റിവാർഡ്. റിസ്ക് റിവാർഡിനെ കുറിച്ചൊക്കെ നമ്മൾ പറയുന്നുണ്ട്. തീർച്ചയായും നിങ്ങൾക്ക് വരും വീഡിയോകൾ അതനുസരിച്ച് നമുക്ക് പറയുന്നതാണ്. ഓരോ കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്ന ഓരോ വീഡിയോയിൽ. അപ്പോൾ എല്ലാ വീഡിയോയും നിങ്ങൾ തുടർച്ചയായി കാണാൻ ശ്രമിക്കുക. നെക്സ്റ്റ് വരുന്നത് ലിവറേജ് ആണ്. ലിവറേജ് നമ്മൾ പറഞ്ഞിരുന്നു, പല ബ്രോക്കേഴ്സും നമുക്ക് പല രീതിയിലാണ് ലിവറേജ് തരുന്നത്. ലിവറേജ് എന്ന് പറയുന്നത് നമുക്ക് ഒരു ചെറിയ ക്യാപിറ്റൽ കൊണ്ട് വലിയ ക്വാണ്ടിറ്റി ട്രേഡ് ചെയ്യാനുള്ള അവസരം തരുന്നത്. അപ്പോൾ ഇതിൽ 1:10 അതുപോലെ 1:100 1:500 1:2000 അങ്ങനെയൊക്കെയാണ് ഈ ഒരു ഇത് വരുന്നത്, ലിവറേജ് വരുന്നത്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് $100 നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ 1:100 എന്ന് പറയുന്ന ലിവറേജിലാണ് നമ്മുടെ ബ്രോക്കർ നമുക്ക് തരുന്നതെങ്കിൽ നമുക്കതിൻ്റെ ട്രേഡ് ചെയ്യാൻ പറ്റുന്ന നമുക്ക് ലിവറേജ് എന്ന് പറയുന്നത് $10,000 പർച്ചേസ് നമുക്ക് നടക്കാം, അല്ലെങ്കിൽ ട്രേഡ് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അത്രയും വോളിയത്തിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ $100 1:100 എന്ന് പറയുന്ന ഒരു ലിവറേജ് നമുക്ക് തരികയാണെങ്കിൽ അതനുസരിച്ച് $10,000 ട്രേഡ് നമുക്ക് ചെയ്യാൻ പറ്റും. അതനുസരിച്ച് നമുക്ക് വലിയ ലിവറേജ് തരുന്ന ഒരു ബ്രോക്കറാണെന്ന് കരുതിയിട്ട് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, വലിയ ക്വാണ്ടിറ്റികളോ വലിയ ട്രേഡുകളോ എടുക്കാതിരിക്കുക. കാരണം അത് നമുക്ക് നഷ്ടത്തിലേക്ക് മാത്രമായിരിക്കും നിങ്ങളെ വരുത്തുന്നത്. അതുകൊണ്ട് അത്തരമുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. നമ്മൾ പ്രോപ്പറായിട്ടുള്ള റിസ്ക് മാനേജ്മെൻറ്റോട് കൂടി മാത്രമേ നമുക്ക് ഇത് ട്രേഡിങ്ങിൽ ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ. മാർജിനും ഇതുപോലെ തന്നെയാണ്. മാർജിൻ എന്ന് പറയുന്നത് ഫീസ് അല്ല, നമ്മൾ പറഞ്ഞു ലിവറേജിൻ്റെ മറ്റൊരു പേരാണ് മാർജിൻ എന്ന് പറയുന്നത്. നമുക്ക് ട്രേഡ് ചെയ്യാനുള്ള മാർജിൻ എന്ന് പറയുന്നത് നമുക്ക് ലിവറേജ് തരുന്നതിനനുസരിച്ചായിരിക്കും. 1:100 എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലിവറേജും മാർജിനും ഒരേ രീതിയിലാണ് നമ്മൾ പറയുന്നത്. പിന്നെ ബിഡ് ആൻഡ് ആസ്ക് പ്രൈസ്. നമുക്ക് ബിഡ് ആൻഡ് ആസ്ക് പ്രൈസ് ട്രേഡ് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. നിങ്ങൾ ഇന്ത്യൻ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ബിഡ് ആൻഡ് ആസ്ക് പ്രൈസ് പറയേണ്ട ആവശ്യമില്ല. അത് തുടക്കക്കാരായുള്ള ആളുകളാണെങ്കിൽ ബിഡ് പ്രൈസ് ആൻഡ് ആസ്ക് പ്രൈസ് എന്ന് പറയുന്നത്, ബിഡ് പ്രൈസ് എന്ന് പറയുന്നത് വിച്ച് യു സെല്ല് എ കറൻസി പെയർ, നമ്മൾ സെല്ല് ചെയ്യാൻ വെച്ചിരിക്കുന്ന ആ ഒരു റേറ്റ് ആണല്ലോ അതിന് ബിഡ് പ്രൈസ് എന്നും. ആസ്ക് പ്രൈസ് എന്ന് പറയുന്നത് പ്രൈസ് അറ്റ് വിച്ച് ബൈ എ കറൻസി പെയർ, നമ്മൾ ബൈ ചെയ്യാൻ നമുക്ക് സെല്ല് ചെയ്യാൻ പറ്റുന്നത് ബിഡ് പ്രൈസിലായിരിക്കും, ആസ്ക് പ്രൈസിലായിരിക്കും നമുക്ക് ബൈ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ്, രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ബിഡ് പ്രൈസും അതുപോലെ ആസ്ക് പ്രൈസും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഇവിടെ സ്പ്രെഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിലൊന്നും സ്പ്രെഡ് ഇല്ല. നമുക്ക് ഫോറക്സിലേക്ക് വരികയാണെങ്കിൽ സ്പ്രെഡ് എന്ന് പറയുന്നത്, ഫോറക്സിലേക്ക് വരികയാണെങ്കിൽ സ്പ്രെഡ് പറയുന്നത് അത് ബിഡ് ആൻഡ് ആസ്ക്. ബിഡ് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് പിക്ചറിൽ കാണാം 1.11232 എന്ന് പറയുന്ന റേറ്റാണ്. അത് ആ ഒരു റേറ്റിലായിരിക്കും നമുക്ക് വിൽക്കാൻ പറ്റുന്നത്. നമ്മളൊരു സെല്ല് ഓർഡർ ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു ബിഡ് പ്രൈസിലായിരിക്കും നമുക്കൊരു മാർക്കറ്റ് ഓർഡറിൽ നമ്മൾ സെല്ല് ചെയ്തു വിചാരിക്കാം. നമുക്ക് ആ സെല്ല് എക്സിക്യൂട്ട് ആവുന്നത് ഈ ഒരു പ്രൈസിലായിരിക്കും. നമ്മളൊരു ബൈ ഇട്ടു എന്ന് വിചാരിക്കാം മാർക്കറ്റിൽ.
മാർക്കറ്റ് ഓർഡറിൽ. അപ്പോൾ നമുക്ക് അത് എക്സിക്യൂട്ട് ആവുന്നത് 1.11233 ആസ്ക് പ്രൈസിലായിരിക്കും നമ്മുടെ ഈ ഒരു ബൈ ഓർഡർ നമുക്ക് എക്സിക്യൂട്ട് ആവുന്നത്. ഇവ തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണോ ആ ഒരു റേറ്റ് ആയിരിക്കും സ്പ്രെഡ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഈ സ്പ്രെഡ് ഈ പിക്ചറിൽ കാണാം, സ്പ്രെഡ് എന്നുള്ളത് കാണാം. ആ സ്പ്രെഡ് ആയിരിക്കും നമുക്ക് നമ്മുടെ പല ബ്രോക്കേഴ്സിനും പല രീതിയിലുള്ള സ്പ്രെഡുകൾ ഉണ്ടാവുക, പല റേറ്റ് ആയിരിക്കും സ്പ്രെഡ്. അപ്പോൾ ഏറ്റവും സ്പ്രെഡ് കുറഞ്ഞിട്ടുള്ള ബ്രോക്കേഴ്സിന് നമുക്ക് സ്പ്രെഡ് 0 സ്പ്രെഡിലുള്ള അക്കൗണ്ടുകളുണ്ട്, അതിന് കമ്മീഷൻ ആയിരിക്കും അവർ ചാർജ് ചെയ്യുക. കമ്മീഷൻ ഇല്ലാത്ത അക്കൗണ്ടുകൾക്ക് സ്പ്രെഡ് കൂടുതലായിരിക്കും. ഇപ്പോൾ സ്പ്രെഡ് ആണ് ബ്രോക്കേഴ്സിൻ്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ സ്പ്രെഡിൻ്റെ ഏതെല്ലാം ബ്രോക്കേഴ്സാണ് സ്പ്രെഡ് കുറവ്, അല്ലെങ്കിൽ ഏതെല്ലാം ഫണ്ടഡ് ഫേംസ് ആണ് സ്പ്രെഡ് കമ്മീഷൻ എന്നൊക്കെ നമുക്ക് വരും വീഡിയോകളൊക്കെ ഡിസ്കസ് ചെയ്താൽ. അപ്പോൾ ഇവിടെ പറയുന്നത് ജസ്റ്റ് പറഞ്ഞു 1.1000 എന്ന് പറഞ്ഞതാണ് ഇവിടെ ആസ്ക് പ്രൈസ്, ബിഡ് പ്രൈസ്. ആസ്ക് പ്രൈസ് ഇവിടെ ഉണ്ട്, സ്പ്രെഡ് 3 തമ്മിലുള്ള വ്യത്യാസം എത്രയാണോ അതാണ് ഇവിടെ സ്പ്രെഡ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് സ്പ്രെഡിനെ കുറിച്ചുള്ള വിവരം മനസ്സിലായിട്ടുണ്ടാവും. ഇപ്പോൾ ലിക്വിഡിറ്റി എന്ന് പറയുന്നത് നമുക്ക് സ്മൂത്തായിട്ട് ബൈ ഓർഡറും അതുപോലെ സെല്ലോ അല്ലെങ്കിൽ ബൈയും സെല്ലും ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥയാണ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. ഹൈ ലിക്വിഡിറ്റി ഉള്ള പല കറൻസി പെയർസും അതിൽ ലോ സ്പ്രെഡ് ആയിരിക്കും. അതുപോലെ സ്മൂത്ത് ട്രേഡിങ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കറൻസി പെയർസ് അതിൽ ഹൈ ലിക്വിഡിറ്റി ആയിരിക്കും, അതുപോലെ ലോ സ്പ്രെഡ് ആയിരിക്കും. ഇപ്പോൾ യൂറോ USD, GBP USD അതൊക്കെ എന്ന് പറഞ്ഞാൽ ലോ സ്പ്രെഡ് ആയിരിക്കും. ചില ബ്രോക്കറിലൊക്കെ 0 സ്പ്രെഡ് തന്നെയാണ് ഇതിലും. അതിൽ ഇവിടെ കൊടുത്തിരിക്കുന്നത് യൂറോ USD ആണ്, അതിൽ ഹൈ ലിക്വിഡിറ്റി ആയിരിക്കും. നമുക്ക് എപ്പോഴും നല്ല രീതിയിൽ തന്നെ ട്രേഡ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുന്ന കറൻസി പെയർസ് ആയിരിക്കും ഇത്. പിന്നെ നിങ്ങൾ കേൾക്കുന്ന വാക്കാണ് വോൾട്ടാലിറ്റി എന്ന് പറയുന്നത്. വോൾട്ടാലിറ്റി എന്ന് പറയുമ്പോൾ പ്രൈസിൻ്റെ മൂവ്മെൻ്റ് ആണ്. ഹൈ പ്രൈസ് മൂവ്മെൻ്റ് ആയിരിക്കും പല കറൻസി പെയർസും അതുപോലെ പല കമ്മോഡിറ്റികളും. അപ്പോൾ അതിൽ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ XAI USD, ഗോൾഡ്, അതുപോലെ GBP പെയർസൊക്കെ ഭയങ്കര ഹൈ വോൾട്ടൈൽ ആയിരിക്കും. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് ലോസും പെട്ടെന്ന് നിങ്ങളുടെ ടാർഗറ്റ് പെട്ടെന്ന് അച്ചീവ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസും പെട്ടെന്നായിരിക്കും. അപ്പോൾ പെട്ടെന്നായിരിക്കും അതിൻ്റെ മൂവ്മെൻറ്റ് ഉണ്ടായിരിക്കും. അങ്ങനെ അതാണ് വോൾട്ടാലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഫോറക്സിലേക്ക് വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഫോറക്സിലുള്ള ഒരു ടെർമിനോളജിയാണ് നമുക്ക് വാട്ട് ഈസ് സ്വാപ്പ് ചാർജ് എന്ന് പറയും. അപ്പോൾ അത് ശബ്ദത്തിൽ വരുന്നത് ഇൻട്രസ്റ്റ് ആണ്. ഇതിൻ്റെ സ്വാപ്പ് ഇൻ ഫോറക്സ് എന്ന് പറയുമ്പോൾ റോൾ ഓവർ ആണ്. നമ്മൾ ഡേ ട്രേഡിങ് ചെയ്യുന്നവർക്ക് ബാധകമല്ല ഈ ചാർജ്. നമ്മൾ ഹോൾഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ അക്കൗണ്ടുകൾ സെലക്ട് ചെയ്യുമ്പോൾ ബ്രോക്കേഴ്സിൻ്റെ അടുത്ത് നമുക്ക് സ്വാപ്പ് ഫ്രീ അതുപോലെ സ്വാപ്പ് എന്നുള്ള 2 രീതിയിൽ നമുക്ക് ഈ ഒരു അക്കൗണ്ടുകൾ എടുക്കാൻ പറ്റും. അപ്പോൾ എപ്പോഴും നിങ്ങൾ അക്കൗണ്ടുകൾ പർച്ചേസ് ചെയ്യുമ്പോൾ സ്വാപ്പ് ഫ്രീ ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വിങ് ട്രേഡിംഗ് എന്ന് പറയുന്ന അക്കൗണ്ടുകൾ എടുക്കുകയായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം അതിൽ നിങ്ങൾക്ക് ഈ സ്വാപ്പ് എത്ര ഹോൾഡ് ചെയ്താലും നിങ്ങൾക്ക് ചാർജ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഈ സ്വാപ്പ് ചാർജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓവർനൈറ്റ് ഹോൾഡ് ചെയ്യുന്ന ആൾക്ക് മാത്രമാണ് ഇത് ചാർജ് വരുന്നത്. അപ്പോൾ ഇത് വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ കറൻസി ട്രേഡാണ് നടത്തുന്നത്. കറൻസി ട്രേഡ് നടത്തുമ്പോൾ 2 രാജ്യങ്ങളുടെ കറൻസികളാണ്. ഇപ്പോൾ യൂറോ USD എന്ന് പറയുന്ന 2 കറൻസികൾ എടുക്കുകയാണെങ്കിൽ യൂറോക്ക് ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കും, അതുപോലെ തന്നെ ഇവിടെ USDക്ക് ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കും. 2 ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കും ഉണ്ടായിരിക്കാം. അപ്പോൾ ഈ 2 ഇൻട്രസ്റ്റ് റേറ്റ് നമ്മൾ ഏറ്റവും കുറവുള്ള ഇൻട്രസ്റ്റ് റേറ്റ് അല്ലെങ്കിൽ കൂടുതലുള്ള ഇൻട്രസ്റ്റ് റേറ്റ് ഉള്ള ഒരു കറൻസി വാങ്ങുകയാണെങ്കിൽ നമുക്കതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടാവുക. അല്ലെങ്കിൽ നമുക്ക് ഈ സ്വാപ്പ് ചാർജ് 2 രീതിയിൽ നമുക്ക് ബെനിഫിറ്റ് ഏൺ ചെയ്യാനും പറ്റും, അതുപോലെ നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന രീതിയിലും നെഗറ്റീവ് നമ്മൾ അങ്ങോട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ അവിടെ കൊടുത്തിരിക്കുന്നത് ഈ കറൻസി യു ബോത്ത് ആസ് എ ഹയർ ഇൻട്രസ്റ്റ് റേറ്റ് ദാൻ ദി കറൻസി യു സോൾഡ്. നമ്മൾ വാങ്ങുന്ന കറൻസി എന്ന് പറയുന്നത് നമ്മൾ വിൽക്കുന്ന കറൻസിയേക്കാൾ റേറ്റ് കൂടുതലാണ്, ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലാണ് എങ്കിൽ നമുക്കത് ഏൺ ചെയ്യാം. ഈ സ്വാപ്പ് ചാർജ് എന്ന് പറയുന്ന ചാർജ്, ആ ഇൻട്രസ്റ്റ് നമുക്ക് പോസിറ്റീവ് സ്വാപ്പാണ്. കാരണം നമ്മളിലേക്ക് അതൊരു ഇൻകമായിട്ട് അല്ലെങ്കിൽ ഏൺ ചെയ്യാൻ പറ്റും. നമ്മൾ വാങ്ങുന്ന കറൻസി എന്ന് പറയുന്നത് നമ്മൾ വിൽക്കുന്ന കറൻസിയേക്കാൾ ഇൻട്രസ്റ്റ് റേറ്റ് കുറവാണ് എന്നുണ്ടെങ്കിൽ ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ഒന്നല്ല. ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഇതിൻ്റെ ടെർമിനോളജി ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. വളരെ ജസ്റ്റ് ഒന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി എന്താണത് സാധനം. നമുക്ക് ഇതൊക്കെ വളരെ നിസ്സാരമായിട്ട് തന്നെ നമുക്ക് കാണാനും പറ്റും, നമ്മുടെ ബ്രോക്കറിൽ തന്നെ കാണാൻ പറ്റും ഇത് എത്രയും ചാർജ് എന്നൊക്കെ. അപ്പോൾ ഈ ഒരു വളരെ നിസ്സാരമായിട്ടുള്ള ലോട്ട് സൈസ് വളരെ നിസ്സാരമായിട്ടാണ് ഇതിൻ്റെ ചാർജൊക്കെ വരിക.
അത് നിങ്ങൾ നോക്കിയാൽ മതി. വലിയ വലിയ ചാർജുകൾ വരുന്നത് ഗോൾഡിൽ, മറ്റുള്ള ക്രിപ്റ്റോയിലൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിലാണ് വലിയ സ്വാപ്പ് ചാർജ് വരിക. നമ്മൾ വാങ്ങുന്ന കറൻസി എന്ന് പറയുന്നത് നമ്മൾ വിൽക്കുന്ന കറൻസിയേക്കാൾ കുറവ് ഇൻട്രസ്റ്റ് റേറ്റ് ആണെങ്കിൽ നമ്മൾ അങ്ങോട്ടാണ് സ്വാപ്പ് ചാർജ് കൊടുക്കേണ്ടത്. നെഗറ്റീവ് സ്വാപ്പ് ചാർജാണ് വരിക. അവിടെ ഒരു കാൽക്കുലേഷൻ കൊടുത്തിട്ടുണ്ട്. യൂറോ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 4%, USD ഇൻട്രസ്റ്റ് റേറ്റ് 5.5%. നമ്മൾ യൂറോ USD വാങ്ങുകയാണെങ്കിൽ USDയുടെ റേറ്റ് 5.5 യൂറോയുടെ റേറ്റ് 4%. അപ്പോൾ അങ്ങനെയെങ്കിൽ നമ്മൾ നെഗറ്റീവ് സ്വാപ്പാണ്, നമ്മൾ അങ്ങോട്ട് അതിൻ്റെ സ്വാപ്പ് ചാർജ് കൊടുക്കേണ്ടി വരും, ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും. എന്നാൽ നമ്മൾ സെല്ല് ചെയ്യാണ്, യൂറോ USD സെല്ല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ യൂറോയുടെ 4ഉം അതുപോലെ USD 5.5 ആയതുകൊണ്ട് നമുക്ക് ആ ഒരു സ്വാപ്പ് ചാർജ്, അതിൻ്റെ ഡിഫറൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏൺ ചെയ്യാൻ പറ്റും. നമുക്ക് പോസിറ്റീവായിരിക്കും ലഭിക്കുക. അപ്പോൾ ഇത്രയാണ് കാര്യങ്ങൾ. വളരെ കോംപ്ലിക്കേറ്റഡ് കാര്യമൊന്നുമല്ല, വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇനി എന്തെങ്കിലും ഇതിനെക്കുറിച്ച് ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്കൊരു വീഡിയോ ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ വളരെ നിസ്സാരമായിട്ട് നിങ്ങൾക്ക് വരും വീഡിയോകളിലൊക്കെ ഇത് ട്രേഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ വളരെ നിസ്സാരമായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. നമ്മൾ അധികം ട്രേഡിംഗ് ഒന്നും, ഡേ ട്രേഡിംഗ് ആണ് മാക്സിമം നമ്മൾ ചെയ്യുന്നത്. ഇനി നമ്മൾ മാർക്കറ്റ് സ്ട്രക്ചർ, മറ്റുള്ള ട്രേഡിംഗ്, എൻട്രി പ്ലാനിങ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. തീർച്ചയായും ഫോളോ ചെയ്യാൻ നമുക്കെല്ലാം അടുത്ത വീഡിയോ നോക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.